ചെമ്മനമാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർ, നിയമസഭാ സ്പീക്കർ, കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവർക്കാണ് പരാതി അയച്ചിരിക്കുന്നത്. കോലഞ്ചേരി പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. വിധിയെ തുടർന്ന് ഒക്ടോബർ 6 മുതൽ യാക്കോബായ സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ പള്ളിക്ക് മുമ്പിൽ ഉപവാസ സമരം നടത്തുകയാണ്. മന്ത്രി അനൂപ് ജേക്കബും ടി യു കുരുവിള എംഎൽഎയും സമരപ്പന്തൽ സന്ദർശിക്കുകയും അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നും ഇത് സത്യപ്രതിജ്ഞാ ലംഘനവും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ചാണ് ഓർത്തഡോക്സ് സഭ പരാതി നൽകിയിരിക്കുന്നത്. ഫാദർ ജേക്കബ് കുര്യൻ, ചെമ്മനം. ഹൈക്കോടതി വിധിക്കെതിരെയുള്ള സമരമായതുകൊണ്ടാണ് അതിൽ മന്ത്രിയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് മന്ത്രി അനൂപ് ജേക്കബിന്റെ സാന്നിധ്യം അതിന് പ്രോത്സാഹനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. ആയതുകൊണ്ട് പ്രസിഡന്റ്, അതുപോലെ നിയമസഭാ സ്പീക്കർ, ഗവർണർ എന്നിവർക്ക് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. രാഷ്ട്രീയക്കാരെ ബഹിഷ്കരിക്കുമെന്ന യാക്കോബായ സഭ തീരുമാനത്തിന് പിന്നാലെയാണ് മന്ത്രിക്കും എംഎൽഎക്കുമെതിരെ ഓർത്തഡോക്സ് സഭ നിലപാടെടുത്തിരിക്കുന്നത്. കോടതി വിധി നടപ്പാക്കണമെന്ന നിലപാടിൽ ഓർത്തഡോക്സ് സഭയും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന നിലപാടിൽ യാക്കോബായ സഭയും ഉറച്ചു നിൽക്കുമ്പോൾ പള്ളിക്ക് മുമ്പിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇന്ത്യ വിഷൻ, കൊച്ചി.